ഹായ് എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പാർട്ടിൽ നമ്മൾ SCERT 7ാം ക്ലാസ്സിലെ SS-ൻ്റെ ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്ന 7ാമത്തെ ചാപ്റ്ററാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യത്തെ പോയിന്റ്, സമ്മിശ്ര കൃഷി എന്നാൽ ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതാണ് സമ്മിശ്ര കൃഷി. ഇതിനോടൊപ്പം കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, മീൻ വളർത്തൽ തുടങ്ങിയവ യോജിപ്പിച്ച് ചെയ്യാവുന്നവയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ പോയിന്റ് മാത്രം രണ്ടാമത് വായിക്കാം കേട്ടോ. അപ്പോൾ തോട്ടവിള കൃഷി എന്താണ്? പരമ്പരാഗത രീതിയിൽ നെല്ലും മറ്റ് ഭക്ഷ്യവിളകളും മാത്രം കൃഷി ചെയ്തിരുന്ന കർഷകർ ബ്രിട്ടീഷുകാരുടെ വരവോടെ വിശാലമായ പ്രദേശത്ത് വൻതോതിൽ തോട്ടവിളകളായ തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം, കുരുമുളക് തുടങ്ങിയവ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. വ്യവസായ വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു. അതിനായി 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി കോളനി രാജ്യങ്ങളിൽ അവർ തോട്ടവിളകൾ പ്രോത്സാഹിപ്പിച്ചു. ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപ്പാദനവും ഈ കൃഷി രീതിയുടെ പ്രത്യേകതകളാണ്. അടുത്ത പോയിന്റാണ് വാണിജ്യവിള കൃഷി. ഇതൊന്നും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. കാർഷികോൽപ്പന്നങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വാണിജ്യവിള കൃഷി. വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ വാണിജ്യവിള കൃഷിയുടെ പങ്ക് വളരെ വലുതാണ്. ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന ഒരു കൃഷി കൂടിയാണിത്. എന്തൊക്കെയാണ് വാണിജ്യവിള കൃഷിയിൽ ഉണ്ടാവുക? റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം തുടങ്ങിയവയൊക്കെ എന്താണ്? വാണിജ്യവിളകളാണ്. അടുത്ത പോയിന്റ്, ഉപജീവന കൃഷി സ്വന്തം ഉപയോഗത്തിന് ആവശ്യമായ ഉൽപ്പാദനം നടത്തുന്നു. പിന്നെ ചെറിയ ഇടങ്ങളിലും കൃഷി ചെയ്യാൻ സാധിക്കും. ഉപജീവന കൃഷിയിൽ ചെറിയ ഇടങ്ങളിലും കൃഷി ചെയ്യാൻ സാധിക്കും. അടുത്ത പോയിന്റാണ് സമ്മിശ്ര കൃഷി. ഒരേ വളം തന്നെ ഒന്നിലധികം കൃഷികൾക്ക് പ്രയോജനപ്പെടുത്തുന്നു. ഉൽപ്പാദന ചെലവ് കുറവാണ്. അടുത്തത് തോട്ടവിള കൃഷിയാണ്. താരതമ്യേന കുറഞ്ഞ ഉൽപ്പാദന ചെലവാണ്, വൻതോതിലുള്ള ഉൽപ്പാദനമുണ്ട്. പിന്നെ അടുത്തത് വാണിജ്യവിള കൃഷി. ഉയർന്ന മൂലധന നിക്ഷേപം, അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നു. അടുത്ത പോയിന്റ് നോക്കാം. കാർഷിക വിളകളെ ഭക്ഷ്യവിളകൾ, നാണ്യവിളകൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഭക്ഷ്യവസ്തുക്കളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ. എന്നാൽ വാണിജ്യ വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന വിളകളാണ് എന്ത്? നാണ്യവിളകൾ എന്നറിയപ്പെടുന്നത്. ഭക്ഷ്യവിളകളാണ് നെല്ല്, ഗോതമ്പ്. ഒരു നാണ്യവിളയാണ് പരുത്തി, റബ്ബർ. അടുത്ത പോയിന്റ് നോക്കാം. ഇനി വിളയും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുമാണ്. ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയാ? ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. ഗോതമ്പ് പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. അടുത്തത് പരുത്തിയാണ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ. അടുത്തത് പരുത്തി, മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ. അടുത്തത് നെല്ലാണ്. പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ. നെല്ല് പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ. അടുത്ത പോയിന്റ് നോക്കാം. കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളുമാണ്. കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളാണ് കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ. കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളാണ് കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ. കാർഷികോൽപ്പന്നമായ പരുത്തി തുണി വ്യവസായത്തിന്റെ അസംസ്കൃത വസ്തുവാണ്. കാർഷികോൽപ്പന്നമായ പരുത്തി എന്താണ്? തുണി വ്യവസായത്തിന്റെ അസംസ്കൃത വസ്തുവാണ്. അതിനാൽ തുണി വ്യവസായം കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ്. അടുത്ത പോയിന്റ്, കാർഷികോൽപ്പന്നങ്ങൾ. പരുത്തി എന്താണ്? എന്തിനാ ഉപയോഗിക്കുന്നത്? തുണി വ്യവസായം. കരിമ്പ് പഞ്ചസാര വ്യവസായത്തിന് ഉപയോഗിക്കുന്നു. അടുത്ത പോയിന്റ് നോക്കാം. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളാണ് എന്തറിയപ്പെടുന്നത്? ധാതുക്കൾ എന്നറിയപ്പെടുന്നത്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ എന്നറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ്, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ്, സിന്നബാർ എന്നിവ ലോഹധാതുക്കളാണ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിന്, ബോക്സൈറ്റ്, സിന്നബാർ എന്നിവ ലോഹധാതുക്കളാണ്. ഇവയിൽ പലതും ലോഹങ്ങളുടെ വ്യവസായിക നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ലോഹധാതുക്കൾക്ക് ഉദാഹരണം? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിന്, ബോക്സൈറ്റ്, സിന്നബാർ. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങൾ എന്താണ് അറിയപ്പെടുന്നത്? ധാതുക്കൾ എന്നറിയപ്പെടുന്നു. അടുത്ത പോയിന്റ് നോക്കാം. മൈക്ക, വജ്രം, സിലിക്ക അതായത് മണല് തുടങ്ങിയവ അലോഹധാതുക്കളും കൽക്കരി, പെട്രോളിയം എന്നിവ ഇന്ധനധാതുക്കളുമാണ്. മൈക്ക, വജ്രം, സിലിക്ക മണല്, സിലിക്ക അഥവാ മണല് തുടങ്ങിയവയൊക്കെ എന്താണ്? അലോഹധാതുക്കളും കൽക്കരി, പെട്രോളിയം എന്നിവ ഇന്ധനധാതുക്കളുമാണ്. ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്നവയാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ. അപ്പോൾ ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുവായി ഉപയോഗപ്പെടുത്തുന്നവയാണ് എന്തറിയപ്പെടുന്നത്? ധാതു
ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ എന്നറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ്, രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇത് വ്യവസായ മേഖലയുടെ നട്ടെല്ലെന്നും പ്രാഥമിക വ്യവസായമെന്നും അറിയപ്പെടുന്നു. അപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇത് വ്യവസായ മേഖലയുടെ നട്ടെല്ലെന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെന്താണ്, പ്രാഥമിക വ്യവസായം എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്ത പോയിന്റ്, രാജ്യത്തെ പ്രധാനപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങളാണ്: 1 ഇരുമ്പുരുക്ക് വ്യവസായം, 2 ചെമ്പ് വ്യവസായം, 3 അലുമിനിയം വ്യവസായം. അടുത്തത് ധാതുക്കളും അവയുടെ ചിലതിൻ്റെ ഉപയോഗവുമാണ്. ഹേമറ്റൈറ്റ് ഇരുമ്പുരുക്ക് നിർമ്മാണത്തിന്, പിന്നെ ബോക്സൈറ്റ് എന്തിനാണ്, വിമാനം വൈദ്യുത ഉപകരണങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട്, കൽക്കരി തീവണ്ടി ഇരുമ്പ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ്. അടുത്ത പോയിന്റ് നോക്കാം, ഹരിത വിപ്ലവം. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം കർഷകർക്ക് കടബാധ്യതയും ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണന ഭക്ഷ്യക്ഷാമവും സൃഷ്ടിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും കാർഷിക ഉൽപാദനക്ഷമത കുറയുന്നതിന് കാരണമായി. അടുത്ത പോയിന്റ്, സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് നമ്മുടെ രാജ്യത്തെ കാർഷിക രംഗം വിവിധങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായിട്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം എന്നീ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അടുത്ത പോയിന്റ്, ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. ആ പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ചഭൂമിയായി കണക്കാക്കി ഗവൺമെന്റ് ഏറ്റെടുത്തു. പിന്നെ ഭൂരഹിതരായ കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്തു. അപ്പം ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. ആ പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ചഭൂമിയായിട്ട് കണക്കാക്കി ഗവൺമെന്റ് ഏറ്റെടുത്തു. ഭൂരഹിതരായ കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്തു. അടുത്തത്, തൽഫലമായി കാർഷിക ഉൽപാദനം വർദ്ധിച്ചു. ഇന്ത്യക്ക് മാതൃകയായി ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഇത്, കേരളം. അടുത്ത പോയിന്റ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണെന്ത്, ഹരിത വിപ്ലവം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണെന്ത്, ഹരിത വിപ്ലവം എന്നറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ്, ഭക്ഷ്യധാന്യങ്ങൾ പ്രധാനമായും ആദ്യഘട്ട നേട്ടം കാണാനായത് ഗോതമ്പ് ഉൽപാദനത്തിലാണ്. അപ്പോൾ ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനമായിട്ടും ആദ്യഘട്ടത്തിൽ നേട്ടം കാണാനായത് എന്തിനാണ്, ഗോതമ്പ് ഉൽപാദനത്തിനാണ്. അടുത്ത പോയിന്റ്, അതിനാലാണ് ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്നും വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്തും കൂടി വിളിക്കുന്നത് ഹരിത വിപ്ലവത്തിനെ ഗോതമ്പ് വിപ്ലവം എന്നും കൂടി വിശേഷിപ്പിക്കാറുണ്ട്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ. 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്തിലാണ് ജനിച്ചത്. അപ്പോൾ MS സ്വാമിനാഥൻ 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചു. അദ്ദേഹമാണ് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചത്. രാജ്യത്തെ 70% ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. അതിന് പരിഹാരം കാണുന്നതിനായിട്ട് നോർമൻ ബോർലോഗുമായി സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവത്തിൽ പരീക്ഷണം നടത്തി. തൽഫലമായിട്ട് എന്താണ്, ഉൽപാദനം മുൻ വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ടൺ വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് ഇന്ത്യൻ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തു. ഈ നേട്ടങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ച അദ്ദേഹത്തെ രാജ്യം എന്തുകൊടുത്തു, പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്ന എന്നീ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. അദ്ദേഹം ഈ അടുത്ത് മരിച്ചു എന്നാണ്. 2023 സെപ്റ്റംബർ 28 അദ്ദേഹം ചെന്നൈയിൽ വെച്ച് അന്തരിച്ചു. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ എന്താണ് ഹരിത വിപ്ലവം? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് എന്ത്, ഹരിത വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനമായും ആദ്യഘട്ട നേട്ടം കാണാനായത് ഗോതമ്പ് ഉൽപാദനത്തിലാണ്. അതിനാൽ ഇതിനെ എന്തും കൂടി വിളിക്കുന്നു, ഗോതമ്പ് വിപ്ലവം എന്നും കൂടെ വിശേഷിപ്പിക്കുന്നു. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്.
അദ്ദേഹം എന്നാണ് ജനിച്ചത്? 1925 ഓഗസ്റ്റ് 7 എവിടെയാണ്? തമിഴ്നാട്ടിലെ കുംഭകോണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചു. രാജ്യത്തെ 70% ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. അതിന് പരിഹാരം കാണുന്നതിനായിട്ട് ആരുമായിട്ട് കൂടി ആലോചിച്ചതാ? നോർമൻ ഇ ബോർലോഗുമായി സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവം പരീക്ഷണം നടത്തി. തൽഫലമായിട്ട് ഉൽപാദനം മുൻ വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ടൺ വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് ഇന്ത്യൻ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തു. ഈ നേട്ടങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ച അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്ന ഒക്കെ നൽകി ആദരിച്ചു. അടുത്ത പോയിന്റ്, അദ്ദേഹം എന്നാണ് മരിച്ചത്? 2023 സെപ്റ്റംബർ 28 അദ്ദേഹം ചെന്നൈയിൽ വെച്ച് അന്തരിച്ചു. എന്നാണ്? 2023 സെപ്റ്റംബർ 28 ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ചത്. അടുത്ത പോയിന്റ് നോക്കാം. ഹരിത വിപ്ലവത്തിന്റെ ഇരുപുറങ്ങളാണ്, അതായത് നേട്ടങ്ങളും കോട്ടങ്ങളുമാണ്. നേട്ടങ്ങളും പരിമിതികളും. എന്തൊക്കെയാണ് നേട്ടങ്ങൾ? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവുണ്ടായി, ഭക്ഷ്യസ്വയം പര്യാപ്തത ഉറപ്പാക്കി, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കുറഞ്ഞു. പരിമിതികളാണ്: ജലം അമിതമായിട്ട് ഉപയോഗിച്ചത് വഴി ഭൂഗർഭജലത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറച്ചു. അടുത്തത് ഒന്നുകൂടെ വായിക്കാം. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവുണ്ടായി, ഭക്ഷ്യസ്വയം പര്യാപ്തത ഉറപ്പാക്കി, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. അടുത്തത് എന്താണ്? ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കുറഞ്ഞു. അടുത്തതാണ് അതിന്റെ പരിമിതികളെ കുറിച്ചാണ്. ജലം അമിതമായിട്ട് ഉപയോഗിച്ചത് വഴി ഭൂഗർഭജലത്തിന്റെ അളവ് ഗണ്യമായിട്ട് കുറഞ്ഞു. പിന്നെന്താണ്? അടുത്ത പോയിന്റാണ് രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറച്ചു. ആദ്യത്തെ പോയിന്റ്, ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ആര്? നോർമൻ ഏണസ്റ്റ് ബോർലോഗ്. അദ്ദേഹം 1914 മാർച്ച് 25 അമേരിക്കയിൽ ജനിച്ചു. ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടി എന്ന് വിശ്വസിച്ചു. 1970 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചു. എന്നാണ് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നോർമൻ ഇ ബോർലോഗിന് ലഭിച്ചത്? 1970 അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹം എന്താണ് വിശ്വസിച്ചത്? പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടിയെന്ന് അദ്ദേഹം വിശ്വസിച്ചു. 1970 എന്താണ് ലഭിച്ചത്? സമാധാനത്തിനുള്ള നോബൽ ലഭിച്ചു. അടുത്ത പോയിന്റ് നോക്കാം. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ പ്രാപ്യമാക്കാനുള്ള ശേഷിയില്ലാത്തവരാണ് ആര്? ദരിദ്രർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയാണ് എന്തറിയപ്പെടുന്നത്? ദാരിദ്ര്യം എന്നറിയപ്പെടുന്നത്. മിതമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ പ്രാപ്യമാക്കാനുള്ള ശേഷിയില്ലാത്തവരാണ് ദരിദ്രർ. അടുത്ത പോയിന്റാണ് ദാരിദ്ര്യരേഖ. ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് എന്തറിയപ്പെടുന്നത്? ദാരിദ്ര്യരേഖ എന്നറിയപ്പെടുന്നത്. ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യരേഖ എന്നറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ഒരാളുടെ വരുമാനത്തിന്റെയും ഭക്ഷണത്തിൽ നിന്നും ലഭിക്കേണ്ട ഊർജത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം കണക്കാക്കുന്നത്. അപ്പം നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് ദാരിദ്ര്യം കണക്കാക്കുന്നത്? ഒരാളുടെ വരുമാനത്തിന്റെയും ഭക്ഷണത്തിൽ നിന്നും ലഭിക്കേണ്ട ഊർജത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം കണക്കാക്കുന്നത്. അടുത്ത പോയിന്റ്, രാജ്യത്തെ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ് തൊഴിലില്ലായ്മ, കടബാധ്യത, അവസര സമത്വം, വിലക്കയറ്റം, വർദ്ധിച്ച ജനസംഖ്യയൊക്കെ. അടുത്ത പോയിന്റ് നോക്കാം. ബഹുമുഖ ദാരിദ്ര്യ സൂചിക. എന്താണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക എന്ന് വെച്ചാൽ ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക, MPI, അതായത് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. എന്താണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക എന്നാൽ ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക. ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവും OPHIയും UN ഡെവലപ്മെന്റ് പ്രോഗ്രാമും UNDPയും സംയുക്തമായി തയ്യാറാക്കിയതാണ് ഇത്. ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 തലങ്ങളിലായി 12 സൂചകങ്ങളെ വിലയിരുത്തിയാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. അപ്പോൾ എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ദാരിദ്ര്യം കണക്കാക്കുന്നത്?
ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത് എന്തിനൊക്കെയാണ്? ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 തലങ്ങളിലായി 12 സൂചകങ്ങളെ വിലയിരുത്തിയാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവും UN ഡെവലപ്മെന്റ് പ്രോഗ്രാമും സംയുക്തമായിട്ട് തയ്യാറാക്കുന്നതാണിത്. അടുത്ത പോയിന്റ്, ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ദാരിദ്ര്യം അളക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡം വരുമാനം മാത്രമല്ല. പിന്നെന്താണ്? ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന ജീവിത നിലവാരം എന്നിവ ഓരോ വ്യക്തിക്കും കുടുംബത്തിനും എത്രത്തോളം ആർജിക്കാൻ കഴിയുന്നു എന്നതുകൂടി പരിഗണിച്ച കൊണ്ടാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. എന്തൊക്കെയാണ്? ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ദാരിദ്ര്യം അളക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡം വരുമാനം മാത്രമല്ല. മറ്റെന്താണ്? ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന ജീവിത നിലവാരം എന്നിവ ഓരോ വ്യക്തിക്കും കുടുംബത്തിനും എത്രത്തോളം ആർജിക്കാൻ കഴിയുന്നു എന്നതുകൂടി പരിഗണിച്ചാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. അപ്പോൾ ആരോഗ്യം എന്ന് വെച്ചാൽ പോഷകാഹാരം, കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക്, മാതൃ ആരോഗ്യമൊക്കെ ബേസ് ചെയ്താണ്. വിദ്യാഭ്യാസം എന്താണ്? സ്കൂൾ വിദ്യാഭ്യാസം, സ്കൂൾ ഹാജർ, അതിനെ ബേസ് ചെയ്ത്. ജീവിത നിലവാരമോ? പാചക ഇന്ധനം, ശുചിത്വം, കുടിവെള്ളം, വൈദ്യുതി, ഭവനം, ആസ്തികൾ, ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അടുത്ത പോയിന്റ് നോക്കാം. ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നതിന് നിരവധി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടപ്പിലാക്കി വരുന്നത്. ഈ പദ്ധതികളെ 3 വിഭാഗങ്ങളാക്കി തിരിക്കാം. അവ ഏതൊക്കെയാണ്? സ്വയം തൊഴിൽ, പിന്നെ വേതന തൊഴിൽ പദ്ധതികൾ, പിന്നെന്താണ്? ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ. അതിൽ സ്വയം തൊഴിൽ, വേതന തൊഴിൽ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പിന്നെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. അതിൻ്റെ ലക്ഷ്യങ്ങളാണ്: താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിൽ അവസരങ്ങളും വരുമാനവും ലഭിക്കുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയുടെയൊക്കെ പദ്ധതി ലക്ഷ്യമാണെന്ത്? താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിൽ അവസരങ്ങളും വരുമാനവും ലഭിക്കുന്നു. അടുത്തത് ജീവനം പദ്ധതി. സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് ജീവനം പദ്ധതി. ഒന്നുകൂടെ വായിക്കാം. ജീവനം പദ്ധതി എന്താണ്? സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് ജീവനം പദ്ധതി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയുടെ ലക്ഷ്യങ്ങൾ എന്താണ്? താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിൽ അവസരങ്ങളും വരുമാനവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് അത്. അടുത്തത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയാണ്. നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. എന്താണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന് വെച്ചാൽ, നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്ന പരിപാടിയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. അടുത്തതാണ് ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ വരുന്ന ഒരു പ്രോഗ്രാമാണെന്ത്? പൊതുവിതരണ സംവിധാനം. ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. അടുത്തത് പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ, PM പോഷന്റെ ലക്ഷ്യം എന്താണ്? 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണ് പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ, PM പോഷൺ പദ്ധതി. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ ഒന്ന് പൊതുവിതരണ സംവിധാനമാണ്, ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. പിന്നെ പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ, PM പോഷൺ എന്താണ്? 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണ് PM പോഷൺ. അടുത്ത പോയിന്റ് നോക്കാം. പിന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ്. 3ാമത്തെ വിഭാഗമാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. അവ എന്തൊക്കെയാണ്? സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഉൾപ്പെടുന്നവയാണ് സുഭിക്ഷ കേരളം പദ്ധതി, ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അപ്പോൾ പദ്ധതികൾ 3ആക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് സ്വയം തൊഴിൽ, വേതന തൊഴിൽ പദ്ധതികൾ, പിന്നെ ഭക്ഷ്യ സുരക്ഷാ പദ്ധതികൾ, പിന്നെ എന്താണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. ഇനി സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ കുറിച്ച് നോക്കാം. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? കേരളത്തെ ഭക്ഷ്യസ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. അടുത്തത് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയാണ്. നിരാലംബരായ മുതിർന്ന പൗരന്മാർക്ക് പെൻഷനും ഇൻഷുറൻസും പരിരക്ഷയും നൽകുന്നതാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയും പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും. എന്താണ്?
നിരാലംബരായ മുതിർന്ന പൗരന്മാർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നു. അടുത്തത് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് ആണ്. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണെന്ത്? നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. സുഭിക്ഷ കേരളം, കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. അടുത്തത് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയും പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജനയും. എന്താണ്? നിരാലംബരായ മുതിർന്ന പൗരന്മാർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നത്. അടുത്തത് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അതിന്റെ ലക്ഷ്യം എന്താണ്? സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അടുത്ത പോയിന്റ് നോക്കാം. കുടുംബശ്രീയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയെ ലക്ഷ്യമിട്ട് എന്നാണ് 1998 മെയ് 17 ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ. എന്താണ് ലക്ഷ്യം? ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക വളർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ. അടുത്ത പോയിന്റ്, സാമൂഹ്യ ജീവിതത്തിന്റെ ഭൂരിഭാഗം മേഖലകളിലും ഈ പ്രസ്ഥാനം വ്യാപിച്ചു കഴിഞ്ഞു. ഷീ സ്റ്റാർട്ട്സ്, ജനകീയ ഹോട്ടലുകൾ, കൊച്ചി മെട്രോ സർവീസ്, കേരളത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് എന്നിവയിലും കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നുണ്ട്. അടുത്തത്, രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കുടുംബശ്രീ മാതൃക ഏറ്റെടുത്തിട്ടുണ്ട്. കുടുംബശ്രീയുടെ അനുഭവങ്ങളും നേട്ടങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യ മൂലധന സമാഹരണത്തിനും സഹായകരമാണ്. അപ്പോൾ അതിലെ മെയിൻ പോയിന്റ് ആണ് എന്ത്? 1998 മെയ് 17 കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത്. ദാരിദ്ര്യ ലഘൂകരണം, സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയാണ് ഇതിന്റെ ലക്ഷ്യം. അടുത്ത പോയിന്റ് നോക്കാം. ഭക്ഷ്യസുരക്ഷ എന്നാൽ ഒരു സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷകസമ്പുഷ്ടമായ ആഹാരം ലഭ്യമാക്കുകയും അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഭക്ഷ്യസുരക്ഷ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷകസമ്പുഷ്ടവുമായ ആഹാരം ലഭ്യമാക്കുകയും അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഭക്ഷ്യസുരക്ഷ കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത പോയിന്റാണ് വിശപ്പ് രഹിത കേരളം എന്നാൽ എന്താണ്? പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പ് രഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2017-18 മുതൽ കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെയാണ് പദ്ധതി നടന്നു വരുന്നത്. ഇത്തരം നൂതന പദ്ധതികളിലൂടെ എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം ഉറപ്പുവരുത്തുക വഴി ഭക്ഷ്യസുരക്ഷ കൈവരിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകളൊക്കെ അടിവരായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് ഒരു ബ്രേക്ക് വന്നായിരുന്നു, ചില പേഴ്സണൽ മാറ്റേഴ്സ് കാരണമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും ക്ലാസ്സുകളൊക്കെ പരമാവധി ഇടാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. അപ്പോൾ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.